വിശുദ്ധ മത്തായി സുവിശേഷകൻ്റെ പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ ജനന സമയത്ത് ജ്ഞാനികൾ സന്ദർശിച്ചത്. മത്തായി സുവിശേഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതലാണ് നമ്മൾ കാണുന്നത്. പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറൂസലമിലേക്ക് പോകുന്നത്. അവർ ദൂരദേശത്ത് കണ്ട നക്ഷത്രം വഴികാട്ടിയായിട്ടാണ് ബത്ലഹേമിലേക്ക് അവരെത്തുന്നത്. അവർ പറയുന്ന ഇതാണ്: ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു എന്നാണ്. ആ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ നക്ഷത്രമാണ് അവർക്ക് വഴികാട്ടിയായത്. ആട്ടിടയരെ സംബന്ധിച്ചിടത്തോളം മാലാഖയാണ് ആട്ടിടയർക്ക് സന്ദേശം നൽകിയത്. ആ മാലാഖ കൊടുത്ത സന്ദേശം അനുസരിച്ചാണ് ആട്ടിടയർ പോയത്. പക്ഷെ ഇവിടെ ജ്ഞാനികൾക്ക് നക്ഷത്രമാണ് ഒരു വഴികാട്ടിയായി പോയത്. എന്താണ് ആ നക്ഷത്രമൊക്കെ? ആ നക്ഷത്രത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ നമ്മളൊരു പക്ഷെ വായിച്ചിട്ടുണ്ടാകാം, പല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഇത് ഒരു പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഇസ്രായേലിൽ നിന്ന് ഒരു നക്ഷത്രം ഉദയം ചെയ്യും. ഇസ്രായേലിൽ നിന്ന് ഒരു നക്ഷത്രം ഉദയം ചെയ്യും. ആ നക്ഷത്രം അത് ഈശോയിലേക്കുള്ള ഒരു അടയാളമായിരുന്നു. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വഴി കാണിച്ചത് ആ നക്ഷത്രമാണ്. ആ വഴി കാണിച്ച നക്ഷത്രത്തെ അനുഗമിച്ചാണ് അവർ യാത്ര ചെയ്തത്. അവർ ബത്ലഹേമിൽ യേശുവിൻ്റെ അരികിലെത്തിയത്. അപ്പോൾ അതൊരു മിറാക്കുലസ് സ്റ്റാർ ആയിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. പലരും പലതരത്തിൽ ആ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നമുക്കറിയാം, നമ്മളത് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ തിയോളജിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റാർ എന്ന് പറയുന്നത് ദാറ്റ് വാസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ പ്രൊഫസി. ആ സ്റ്റാർ പ്രൊഫസിയുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. അതാണ് സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്: എ സ്റ്റാർ ഷാൽ കം ഫ്രം ഔട്ട് ഓഫ് ഇസ്രായേൽ. അപ്പോൾ ആ ഒരു സ്റ്റാറാണ് എന്നാണ് തിയോളജിയൻസ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ആസ്ട്രോണമേഴ്സ് പറയുന്നത് എന്താ? അതൊരു കൺജങ്ഷൻ അന്ന് നടന്നതാണ്. അതായത് ആ കൺജങ്ഷൻ ഒരുപക്ഷെ ജൂപ്പിറ്റർ ആൻഡ് സറ്റേൺ കൂടിയുള്ളൊരു കൺജങ്ഷൻ ആകാം, അല്ലെങ്കിൽ ജൂപ്പിറ്റർ ആൻഡ് വീനസ് കൂടിയുള്ളൊരു കൺജങ്ഷൻ ആകാം. ആ ഒന്നിച്ചു വരുന്ന ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടതായിരിക്കാം അത് എന്ന് ആസ്ട്രോണമേഴ്സ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 1614 ജർമ്മൻ ആസ്ട്രോണമറായ ജോഹന്നസ് കെപ്ലർ പോലെയുള്ള അവർ പറയുന്നത് 3 തരത്തിലുള്ള കൺജങ്ഷൻസ് അവിടെ നടന്നിട്ടുണ്ടെന്നാണ് അക്കാലത്ത്. അതായത് BC 7-ാം നൂറ്റാണ്ടിൽ, BC 3-ാം നൂറ്റാണ്ടിൽ, BC 2-ാം നൂറ്റാണ്ടിൽ. അതായത് ജൂപ്പിറ്ററും സറ്റേണും തമ്മിലുള്ള കൺജങ്ഷൻസ് അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് കെപ്ലർ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ BC 3-2 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള കൺജങ്ഷൻസ്. എന്നാൽ ലാത്വിയൻ അമേരിക്കൻ ആസ്ട്രോണമറായ പ്രൊഫസർ കാൻവിസ് എന്നെ പോലെയുള്ളവർ പറയുന്നത് ഈ കൺജങ്ഷൻസിനെ സമർത്ഥിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, കപ്ലയർ പോലെയുള്ള വ്യക്തികൾ. അപ്പോൾ ചിലർ ഇതിനെ വിശേഷിപ്പിക്കുന്ന ഒരു സൂപ്പർ നോവ. ആ സൂപ്പർ നോവ സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്നൊരു കോമറ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ ഇതെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഒരു സയൻറ്റിഫിക് റിസർച്ച് എൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഒരു മിറാക്കുലസ് സ്റ്റാർ അവിടെ ഉദയം ചെയ്തിട്ടുണ്ട്. ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അന്ന് യേശുവിൻ്റെ കാലത്ത് പ്രത്യക്ഷപ്പെട്ട ആ സ്റ്റാർ പിന്നീട് ഒരിക്കലും വാനനിരീക്ഷകർക്ക് ആകാശത്ത് കാണാൻ സാധിക്കാത്ത വിധം ആ സ്റ്റാർ അന്നത്തോടെ അപ്രത്യക്ഷമായി എന്നാണ്. എന്ന് വെച്ചാൽ ഒരു വലിയ സ്റ്റാർ ഉദയം ചെയ്തപ്പോൾ ആ സ്റ്റാർ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. എങ്ങനെ വന്നാലും ഒരു സ്റ്റാർ ഒരു വഴികാട്ടിയായി അന്ന് ജ്ഞാനികൾക്ക് യേശുവിൻ്റെ പുൽത്തൊട്ടിയിൽ അടുത്തെത്താൻ സാധിച്ചുവെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ നക്ഷത്രങ്ങൾ ഒരു വഴികാട്ടിയായിരിക്കും. ആ നക്ഷത്രങ്ങൾ വഴികാട്ടി നമ്മൾ തമ്പുരാൻ്റെ അടുത്തേക്ക്, ഈ നക്ഷത്രങ്ങളാണ് നമുക്ക് പ്രസൻസ് ഓഫ് ജീസസ് പ്രദാനം ചെയ്യുന്നത്. ആ നക്ഷത്രങ്ങൾ തമ്പുരാൻ്റെ അടുത്തേക്ക്, ബത്ലഹേമിലേക്ക്, വേർ ജീസസ് വാസ് ബോൺ, അവിടേക്കുള്ള ഒരു വഴികാട്ടിയായി മാറാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളിൽ വെച്ച് നക്ഷത്രമായ
യേശുവിനെ കാണാൻ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് സാധിച്ചാൽ അതാണ് ക്രിസ്മസ്. അവിടെയാണ് ക്രിസ്മസിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ.